I am M. A. Rashid, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് ട്രെയിനർ. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന വ്യത്യസ്തമായ സ്റ്റഡി ടെക്നിക്കുകളെ കുറിച്ചുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് SQ3R മെത്തേഡിനെ കുറിച്ചാണ്. ഇന്ന് പൊമോഡോറോ ടെക്നിക് ആണ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. 1980-കളിൽ ഇറ്റാലിയൻ കൺസൾട്ടൻ്റ് ആയിരുന്ന ഫ്രാൻസിസ്കോ സെറിലോ ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് തുടർച്ചയായിട്ട് കുറേ സമയം ഇരുന്ന് പഠിക്കുമ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ മാറ്റിയെടുക്കാനും നമ്മളെ തലച്ചോറിലേക്ക്, നമ്മളെ ബ്രെയിനിലേക്ക് ഇത് സേവ് ചെയ്യാൻ കൂടുതൽ ഉപകാരപ്രദമായൊരു ടെക്നിക്കാണ്. ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ടാസ്ക് സെറ്റ് ചെയ്യുക. സെറ്റ് എ ടാസ്ക്. നമ്മളൊരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു റിസർച്ച് ടോപ്പിക്ക് നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ 25 മിനിറ്റ് സമയത്തേക്ക് നമ്മളത് പഠിക്കാൻ വേണ്ടി ഇരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സെറ്റ് എ ടൈമർ. ഒരു ടൈമർ സെറ്റ് ചെയ്ത് വെക്കുക. 25 മിനിറ്റ് സമയത്തേക്ക് ടൈമർ നമ്മുടെ മൊബൈലിലോ ക്ലോക്കിലോ സെറ്റ് ചെയ്യുക. അതിനുശേഷം 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കുക, അതായത് ബ്രേക്ക് എടുക്കുക. ശേഷം നമുക്ക് ഈ കാര്യങ്ങൾ വീണ്ടും തുടരുക. സെഷൻ 25 മിനിറ്റ് തുടരുന്നു, അതിനുശേഷം ബ്രേക്ക് എടുക്കുന്നു, വീണ്ടും 25 മിനിറ്റ് സെഷൻ തുടരുന്നു, ബ്രേക്ക് എടുക്കുന്നു. 4-മത്തെ പ്രാവശ്യം നമുക്ക് 25 മിനിറ്റ് സെഷൻ തുടരുന്നു. അതിനുശേഷം നമുക്ക് ഒരു 20-25 മിനിറ്റ് അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ നമുക്ക് റെസ്റ്റ് എടുക്കാവുന്നതാണ്, ബ്രേക്ക് എടുക്കാവുന്നതാണ്. ഈ സെഷനുകൾ നമുക്ക് 6 പ്രാവശ്യം വരെ മാക്സിമം തുടരാൻ സാധിക്കും. അങ്ങനെ അവസാനത്തത് ലോങ് ബ്രേക്കാണ്. ഈ ലോങ് ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു 3/4 മണിക്കൂറൊക്കെ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് എണീറ്റൊക്കെ ഒന്ന് പുറത്തൊക്കെ പോയി നടന്നൊക്കെ വന്നിട്ട് ഇനിയും പഠനം തുടരണമെങ്കിൽ തുടരാം, അല്ലെങ്കിൽ അടുത്ത ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്തോ മറ്റോ നമുക്ക് ഈ പഠനം ആരംഭിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ 25 മിനിറ്റ് നമ്മളിരുന്ന് പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമുക്ക് കുറയും. പിന്നീട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ബ്രെയിനിലേക്ക് അതിന് ഒരു ചെറിയ റെസ്റ്റ് നമുക്ക് ലഭിക്കുന്നു. അത് ബ്രെയിനിലേക്ക് ശരിക്ക് സേവ് ആകാനൊക്കെ ഉള്ള സമയം നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് ഇത്തരം വീഡിയോസ്, പഠന ടെക്നിക്കുകളുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.